മാതൃഭൂമി യാത്ര ദുബായ് വിശേഷങ്ങളിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഇത് നമ്മുടെ 318-ാം എപ്പിസോഡ്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ക്രീക്കിന്റെ ഓളങ്ങളിലേക്കാണ് ആദ്യം പോയത്. അവിടെ നിന്നും ഓൾഡ് സൂക്കിന്റെ തീരങ്ങളിലേക്ക് കയറി. ഒരു കച്ചവട കേന്ദ്രത്തിനും അപ്പുറം ഈ നാടിനെ തന്നെ അടയാളപ്പെടുത്തുന്നു ഓൾഡ് സൂക്ക്. പാം ജുമേറയെ കുറിച്ച് എന്തു പറയാൻ? കടലാഴങ്ങളിലേക്ക് കരയിറക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കൃത്രിമ തുരുത്ത് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെ നഗരരാത്രിയുടെ ദൃശ്യഭംഗി പകർന്ന സിറ്റി വാക്ക്. രാത്രിയിൽ നിന്നും നമ്മൾ മഹാനഗരത്തിന്റെ തിരക്കുകളിലേക്ക് ഉണരുകയാണ്. ദുബായ് മെട്രോയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരു വലിയ നഗരം, അതിന്റെ അലങ്കാരങ്ങൾ എന്ന വണ്ണം ഫ്ലൈ ഓവറുകളും കെട്ടിടങ്ങളും നിറയുന്ന ഫ്രെയിം. ഈ നഗരത്തെ കാണാൻ വരുന്നവർക്ക് മെട്രോ വഴികാട്ടിയാണ്. നഗരവഴികളിലേക്കെല്ലാം പടർന്നു നിറയുകയാണ് മെട്രോ. പ്രധാന ഇടങ്ങളിലേക്കെല്ലാം പോകാൻ മെട്രോയെ ആശ്രയിക്കാം. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ദുബായ് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ്. മാൾ ഓഫ് എമിറേറ്റ്സ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും പൂമ്പാറ്റകളുടെ ലോകത്തിലേക്ക് അധികം ദൂരമില്ല. സ്റ്റേഷനിൽ നിന്നും താഴേക്ക് ഇറങ്ങിയാൽ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ നിന്നും വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള ബസ്സുകളും കിട്ടും. നഗരവഴികളിലൂടെ ഒരു ചെറിയ യാത്ര. ദുബായ് കാണാനെത്തിയ കുറച്ചു പേരുണ്ട് ബസ്സിൽ. ടൂറിസ്റ്റുകളെ തന്നെയാണ് ഈ ബസ് ലക്ഷ്യം വയ്ക്കുന്നത്. കൃത്യമായ ഇടവേളകളിൽ ബസ് സൗകര്യമുണ്ട്. നമ്മൾ നേരത്തെ കണ്ട മിറാക്കിൾ ഗാർഡന്റെ അടുത്തായാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. ദൂരം കണക്കാക്കിയാൽ ദുബായ് സിറ്റിയിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ ദൂരമേ ഗാർഡനിലേക്കുള്ളൂ. അങ്ങനെ നമ്മൾ ശലഭോദ്യാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ബസ് ഇറങ്ങിയാൽ കവാടത്തിലേക്കുള്ള നടപ്പാതയായി. അതെ, വിസ്മയങ്ങൾ ചിറകു വിരിക്കുന്ന ദുബായ് നഗരത്തിലെ പൂമ്പാറ്റകളുടെ ഉദ്യാനത്തിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുകയാണ് ഈ ശലഭ കവാടം. വരാനിരിക്കുന്ന ദൃശ്യചാരുതയുടെ അടയാളം. അകത്തേക്കെത്തുമ്പോൾ ശലഭമയമാണ് കാഴ്ചകൾ. മിറാക്കിൾ ഗാർഡനിലൊക്കെ നമ്മൾ കണ്ട ദൃശ്യസമ്പന്നതയോട് ഉപമിക്കാം ഈ കാഴ്ചകളെയും. ഉദ്യാനത്തെ അത്രമേൽ രസകരമാക്കിയിട്ടുണ്ട്. പൂക്കളുടെ കൂട്ടം ശലഭരൂപമാർന്ന വസന്തം തീർക്കുന്നു. 55 ദിർഹമാണ് ഗാർഡനിലേക്കുള്ള ടിക്കറ്റ് നിരക്ക്. അതായത് നമ്മുടെ 1115 രൂപ. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെയും പ്രവേശനം സൗജന്യമാണ്. ഗാർഡനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് കടക്കുകയാണ് നമ്മൾ. വർണ്ണക്കുടകൾ കൊണ്ട് തീർത്ത കമാനങ്ങൾ തണലിടുന്ന ഒരിടനാഴിയെന്ന് വിശേഷിപ്പിക്കാം. തണലിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. ഒരു വിശ്രമ കേന്ദ്രമെന്ന നിലയിലാണ് ഈ വർണ്ണക്കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. പൂക്കളുടെ നിറവും ശലഭശില്പങ്ങളുമായി ബട്ടർഫ്ലൈ ഗാർഡന്റെ മുൻവശം അതിമനോഹരമാണ്. നമുക്കകത്തേക്ക് പോകാം. വർണ്ണപ്പകിട്ടിന്റെ കാഴ്ചകളാണ് ഉദ്യാന വഴിയിൽ എങ്ങും ദൃശ്യമാവുക. അകത്ത് കൂടാരങ്ങൾ കണക്കെ സജ്ജീകരിച്ചിരിക്കുന്ന 9 ഇടങ്ങളിലായാണ് പൂമ്പാറ്റകളുടെ ലോകം തീർത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സോൺ 1-നകത്തേക്ക് എത്തിയിരിക്കുന്നു.
ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന കൗതുകം ചിറക് വിരിച്ചു പറക്കാൻ തുടങ്ങുകയായി. ചിത്രശലഭങ്ങൾക്കായി ഒരു വലിയ കൂട് തീർത്തിരിക്കുന്നു. അതിനകത്ത് നിറയെ പൂക്കൾ, ഉദ്യാന ഭംഗിക്ക് മാറ്റുകൂട്ടുന്ന മറ്റ് സജ്ജീകരണങ്ങൾ. അങ്ങനെ ഈ പൂമ്പാറ്റകളുടെ വീട് എന്തുകൊണ്ടും ആകർഷണീയമാണ്. പ്രധാനമായും 4 സോണുകളിലായാണ് പൂമ്പാറ്റകളെ പാർപ്പിച്ചിരിക്കുന്നത്. സോൺ 1-ൽ ഫിലിപ്പൈൻസിൽ കണ്ടുവരാറുള്ള പൂമ്പാറ്റകൾക്കാണ് പ്രാമുഖ്യം. സോൺ 2-ലേക്ക് എത്തുമ്പോൾ അത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് മാറും. സോൺ 3-ഉം 4-ഉം ഒട്ടേറെ ഭൂപ്രദേശങ്ങളിൽ നിന്നുള്ള പൂമ്പാറ്റകളെ ഉൾക്കൊണ്ടിരിക്കുന്നുവെന്ന് പറയാം. പൂക്കളുടെ തേൻകൂടിലേക്ക് ചുംബിക്കുന്ന ശലഭകാന്തി കണ്ടുകൊണ്ട് നടക്കാം നമുക്ക്. ഓരോ കാഴ്ചയിലും പുതുതളം വിടരുന്ന അനുഭവം. ഇടയ്ക്കിങ്ങനെ കൈയൊന്ന് നീട്ടിപ്പിടിച്ചാൽ അവർ വന്നിരിക്കും. ചിറകുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന ചാരുത അത്രയ്ക്കടുത്ത് നിന്ന് ആസ്വദിക്കാം. ബട്ടർഫ്ലൈ ഗാർഡന്റെ ലേഔട്ടിനെ കുറിച്ച് സൂചിപ്പിക്കാതെ വയ്യ. ഇത്തരത്തിലുള്ള ശില്പങ്ങൾ ഉദ്യാനത്തിന് മിഴിവേകുന്നു. പൂക്കളും പച്ചപ്പും അഴക് ചേർക്കുന്ന ചെറുതുരുത്തുകൾ, അതിനടിയിലൂടെ നടപ്പാത. അങ്ങനെ എല്ലാം കൊണ്ടും കൃത്യമാണ് കാര്യങ്ങൾ. പൂമ്പാറ്റകൾക്ക് പുറമെ ജലപക്ഷികളുടെ രൂപങ്ങളും അകത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡനിൽ ആകെ 15,000-ലേറെ പൂമ്പാറ്റകളുണ്ട്. ഏതാണ്ട് 50-ലേറെ സ്പീഷീസുകളെ നമുക്കിവിടെ കാണാം. ആകെ 6,673 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലാണ് പൂക്കളുടെയും പൂമ്പാറ്റകളുടെയും വലിയ ലോകം തീർത്തിരിക്കുന്നത്. വലിയ ലോകമെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ക്ലോസ്ഡ് ഗാർഡനുകളുടെ പട്ടികയെടുത്താൽ ലോകത്തിലെ തന്നെ നമ്പർ 1 ആണ് ദുബായ് ബട്ടർഫ്ലൈ ഗാർഡൻ. ഇവിടെ ഈ ഉദ്യാന വഴികളിലൂടെ നടക്കുമ്പോൾ കാഴ്ചയ്ക്കപ്പുറം പ്രകൃതിയുടെ സ്പന്ദനങ്ങൾ അറിയുകയാണ് നമ്മൾ. ഓരോ ചെറുജീവിതങ്ങളുടെയും പ്രാധാന്യം നമുക്ക് കണ്ടു മനസ്സിലാക്കാം. പൂമ്പാറ്റയുടെ ജീവിതചക്രം, അതിൻ്റെ കുഞ്ഞു ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാനാകും. എല്ലാം വളരെ ആകർഷകമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് പൂമ്പാറ്റകൾക്കായി ഒരുക്കിയിരിക്കുന്ന തീന്മേശയാണെന്ന് പറയാം. വിവിധ തരം പഴവർഗ്ഗങ്ങൾ ചെറു കഷ്ണങ്ങളായി മുറിച്ചു വെച്ചു കൊടുത്തിരിക്കുകയാണ്. ശലഭങ്ങൾ അവയ്ക്ക് മേൽ വന്നിരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ കാഴ്ചകൾ കോർത്തിണക്കിയിട്ടുണ്ട് ഗാർഡനിൽ. നമ്മളിപ്പോൾ സോൺ 1-ലെ കാഴ്ചകൾ പൂർത്തിയാക്കി സോൺ 2-ലേക്ക് നീങ്ങുകയാണ്. ചെറു ഹാളുകൾ വഴി സോണുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അകത്തേക്കെത്തുമ്പോൾ ഫസ്റ്റ് സോണിന്റെ തുടർച്ച തന്നെയാണിവിടെയും. ആദ്യത്തേതിനെ അപേക്ഷിച്ച് കൂടുതൽ പൂമ്പാറ്റകളുണ്ടെന്ന് മാത്രം. ഇവിടെ പൂമ്പാറ്റകളുടെ ലോകത്തെ പരിപാലിക്കുന്നതിനായി വലിയൊരു സംഘം തന്നെയുണ്ട്. സഞ്ചാരികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. പുറത്തുനിന്നും ഭക്ഷണസാധനങ്ങളോ മറ്റോ കൊണ്ടുവരാൻ പാടില്ല. കടലാസോ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തുമാകട്ടെ അകത്തൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. പൂമ്പാറ്റകളെ പിടിക്കാനോ അവയുടെ ചിറകിൽ തൊടാനോ പാടില്ല. അങ്ങനെ ഒട്ടേറെ നിയന്ത്രണങ്ങളുണ്ട്. എല്ലാം പാലിക്കപ്പെടുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ ആളുകളുമുണ്ട്. ഇനി നമുക്ക് ചില ചിത്രശലഭങ്ങളെ കൂടി പരിചയപ്പെടാം. കോമൺ ബ്ലൂ മോർഫോ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഈ കാണുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ് ഇവരുടെ സാന്നിധ്യം കൂടുതലായി ഉള്ളത്. കൂട്ടം കൂടി നിൽക്കുന്ന ശലഭങ്ങളെ കാണാൻ നല്ല ചന്തമുണ്ട്. ശലഭ കാഴ്ചകൾക്കിടെ ഇങ്ങനെ ചില ആകർഷണങ്ങൾ കൂടിയുണ്ട് ഇവിടെ. പക്ഷികളുടെയും മറ്റും ശില്പങ്ങൾക്കായി ഒരിടം. ഒരു ചെറുവെള്ളച്ചാട്ടത്തിന്റെ മാതൃകയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതിയുടെ വന്യതയെ പ്രതിനിധീകരിക്കാനായി നടത്തിയ ശ്രമങ്ങളെന്ന് വിശേഷിപ്പിക്കാം. വീണ്ടും കാഴ്ചയിലേക്ക് പൂമ്പാറ്റകൾ എത്തുകയാണ്.
കോമൺ ബ്ലൂ മോർഫോ തന്നെയാണ് കാഴ്ചയാകുന്നത്. പൊതുവെ പൂമ്പാറ്റകളുടെയും തുമ്പികളുടെയും ഒക്കെ ചിത്രങ്ങൾ പകർത്തുക അത്ര എളുപ്പമല്ല. അവർക്കായി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അവരുടെ ജീവിതം തെളിയുന്ന ചെറുയിടങ്ങളിൽ മണിക്കൂറുകൾ കാത്തിരിക്കണം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അവരെ കാത്തിരിപ്പുകളില്ലാതെ കാണാം. അവരുടെ ജീവിതത്തെ തൊട്ടറിയാം. ഫോട്ടോകൾ പകർത്താനും താരതമ്യേന എളുപ്പമാണ്. നമുക്കിനി സോൺ 3ലേക്കും 4ലേക്കും പോകാം. അതിനു മുൻപ് ചെറിയൊരിടവേള. ആരുമെങ്ങും പോകരുത്. പൂമ്പാറ്റ കഥകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ദുബായ് ബട്ടർഫ്ലൈ ഗാർഡനിലെ കാഴ്ചകളിലേക്ക് വീണ്ടും പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ 2 സോണുകളിലെ വിശേഷങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. 3-ാം സോണിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. നേരത്തെ പറഞ്ഞതുപോലെ ഉദ്യാന ഭംഗി ആസ്വദിച്ച് നമുക്ക് നടക്കാം. ഇവിടേക്ക് വന്നപ്പോൾ മുതൽ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം ഈ വലിയ കൂടുകളുടെയെല്ലാം നിർമ്മാണ രീതിയാണ്. ഏറെ സൂര്യപ്രകാശം ലഭിക്കത്തക്ക രീതിയിലാണ് നിർമ്മാണം. അതുപോലെ തന്നെ പൂക്കളുടെ കാര്യത്തിലും ആ ശ്രദ്ധയുണ്ട്. സീസൺ അനുസരിച്ച് പൂക്കളെ മാറ്റാറുണ്ട്. മറ്റൊരു പ്രധാന കാര്യം അന്തരീക്ഷ താപനിലയാണ്. 18-25 ഡിഗ്രി സെൽഷ്യസുകൾക്കിടയിലായിരിക്കും എപ്പോഴും താപനില. എല്ലാം കൃത്യമായി പരിശോധിക്കാൻ സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ അകത്തേക്കുള്ള പ്രവേശന കാര്യത്തിലും നിയന്ത്രണങ്ങളുണ്ട്. ഒരു നിശ്ചിത എണ്ണത്തിലധികമായാൽ ആളുകളെ കടത്തിവിടാറില്ല. ഇനി നമുക്ക് അകത്തുള്ള ചില കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെടാം. അറ്റ്ലസ് മോത്ത് നിശാശലഭമാണ് ചിറക് വിടർത്തിയിരിക്കുന്നത്. നിശാശലഭങ്ങളുടെ സാന്നിധ്യം ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യത്തെ അടയാളപ്പെടുത്തുന്നതിൽ പ്രധാനമാണ്. മൊണാർക്ക് ബട്ടർഫ്ലൈ അഥവാ രാജശലഭം. ദേശാടനത്തിന് പേരുകേട്ടവരാണിവർ. വടക്കേ അമേരിക്കയാണ് സ്വദേശം. അടുത്തതായി വരുന്നത് ഔൾ ബട്ടർഫ്ലൈ അഥവാ മൂങ്ങശലഭം. ചിറകിലെ മൂങ്ങയുടെ കണ്ണിനോട് സാമ്യമുള്ള വട്ടമാണ് പേരിന് പിന്നിൽ. ഏതായാലും ആശാൻ ഒരു സഞ്ചാരിയുടെ കയ്യിൽ സ്വസ്ഥം സുഖം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒട്ടേറെ പേർ ഇവിടെയുണ്ട്. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകൾ. ചെറുജീവിതങ്ങളിൽ പ്രകൃതി ഒളിപ്പിക്കുന്ന അത്ഭുതങ്ങളാണ് ഇവ. വസന്തം വിരിയിക്കുന്ന പൂക്കളും അവയ്ക്കിടയിലൂടെ പാറി നടക്കുന്ന പൂമ്പാറ്റകളും. ചിലർദാ ഇങ്ങനെ മൗനമായി നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ അച്ചടക്കത്തോടെ നിന്നു തരും. ഈ സമയത്തവർ അത്ര പെട്ടെന്നൊന്നും പറന്നു പോകില്ല. ഇവിടെ മൂങ്ങശലഭങ്ങൾ കൂട്ടം കൂടിയിരിക്കുകയാണ്. അവർക്കായി പഴങ്ങളും മറ്റും ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവരെ അടുത്ത് കാണാനുള്ള മികച്ച അവസരമാണിത്. സഞ്ചാരികളോട് മാസ്ക് ഇടാൻ പറയുന്നുണ്ട് മൂങ്ങശലഭം. അവരുടെ സജീവമായ സാന്നിധ്യമുണ്ട് സോൺ 3യിൽ. സോൺ 3യിലെ കാഴ്ചകൾ നമുക്ക് ഈ കിളിക്കൂടുകളുടെ നിരയിൽ അവസാനിപ്പിക്കാം. നേരെ 4-ാം സോണിലേക്ക്. പൂമ്പാറ്റകളുടെ ഈ 4-ാം ലോകമാണ് കൂട്ടത്തിൽ ഏറ്റവും വലുത്. വിശാലമായ ഉദ്യാനത്തിലേക്ക് കടക്കുമ്പോൾ കാഴ്ചകൾ കണ്ട് മതിമറന്നു പോകരുത്. അവർ പൂക്കളിൽ മാത്രമല്ല, ദാ ഇങ്ങ് താഴെയുമുണ്ട്. നടന്നു നീങ്ങുമ്പോൾ സൂക്ഷിക്കുമല്ലോ. അവരെ ചവിട്ടിപ്പോകരുതെന്ന് കാട്ടി അറിയിപ്പുകളുമുണ്ട്. നമുക്ക് സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകാം. പൊതുവെ വലിപ്പം കൂടിയ പൂമ്പാറ്റകളാണ് ഈ ഭാഗത്ത് കാണാനുള്ളത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരാറുള്ള ശലഭങ്ങളാണ് ഇവിടെ അധികവും. ഇത്തരം ബട്ടർഫ്ലൈ ഗാർഡനുകളുടെ ഒരു വലിയ ഗുണം പല രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ജീവികളെ ഒരു കുടക്കീഴിൽ കാണാമെന്നുള്ളതാണ്. ബ്ലൂ മോർഫോ ബട്ടർഫ്ലൈ 4-ാം സോണിലെ സജീവ സാന്നിധ്യമാണെന്ന് പറയാം. എല്ലാ ഫ്രെയിമിലും അവരുണ്ട്. വലിയ ചിറകുകൾ അവരുടെ പ്രത്യേകതയാണ്. ചിറകുകൾക്കുള്ളിൽ ഒളിപ്പിച്ച ഈ നീല നിറം തന്നെയാണ് ഇവരുടെ സൗന്ദര്യം. ഇങ്ങനെ ചിറക് വിടർത്തി ഇവരെ ഒരിടത്ത് കിട്ടാൻ അല്പം ഭാഗ്യം വേണം. ബട്ടർഫ്ലൈ ഗാർഡനിലെ കാഴ്ചകൾ അവസാനത്തിലേക്ക് അടുക്കുന്ന ഈ സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ കൂടി ഒന്ന് പറയട്ടെ. വെറുതെ കാഴ്ചകൾ കണ്ട് മടങ്ങാനാണെങ്കിൽ 2-3 മണിക്കൂർ കൊണ്ട് ഈ ഇടം നിങ്ങൾക്ക് കണ്ടു തീർക്കാം. മറിച്ച്
നിങ്ങൾ പ്രകൃതി വിസ്മയച്ചിറകുകൾ നൽകി അനുഗ്രഹിച്ച ശലഭജീവിതം കാണാനും ആസ്വദിക്കാനും തയ്യാറായാണ് വരുന്നതെങ്കിൽ കൂടുതൽ സമയം കരുതണം. ഇനി ശലഭങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനും ഇവിടെ അവസരമുണ്ട്. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മദിനാഘോഷം ഇവിടെ നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും സാധ്യമാണ്. അങ്ങനെ വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഒട്ടേറെ സാധ്യതകൾ ഇവിടെ സംഗമിക്കുകയാണ്. നാലാം സോണിൽ ഈ കാണും വിധമുള്ള ഒട്ടേറെ ഫോട്ടോ സ്പോട്ടുകളുണ്ട്. ഫോട്ടോഗ്രാഫർമാരും റെഡിയാണ്. ശില്പങ്ങൾക്കൊപ്പം ഇരിക്കാം, ചിത്രശലഭങ്ങളോട് കൂട്ടുകൂടാം, ഫോട്ടോ എടുക്കാം. അങ്ങനെ എന്തുകൊണ്ടും ആകർഷകമാണ് ഇവിടം. കുഞ്ഞു കൂട്ടുകാരാണ് ഇവിടേക്ക് എത്തുന്നവരിൽ അധികവും. അവരുടെ കൗതുകങ്ങളിൽ എന്നും ചിത്രശലഭങ്ങളും തുമ്പികളും പറവകളുമുണ്ട്. ഇവിടെ ഈ വലിയ കൂട്ടിൽ ശലഭങ്ങൾക്കൊപ്പം മനസ്സുകൊണ്ടെങ്കിലും പാറി നടക്കാം അവർക്ക്. എല്ലാറ്റിനുമപ്പുറം പ്രകൃതി എന്നാൽ ചെറുജീവിതങ്ങൾ കൂടി ചേരുന്നതാണെന്ന വലിയ സത്യമറിയാനുള്ള അവസരവും ഇവിടെ നിന്നും ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനോട് വിട പറയുകയാണ്. വിട പറയുമ്പോഴും മനസ്സിൽ പൂന്തേൻ നിറയ്ക്കുന്ന ചിറകടിയൊച്ചകളാണ്. പുറത്തേക്ക് കിടക്കുമ്പോൾ അവസാനമായി ഒരു ഗാലറി കൂടി കാഴ്ചകളുമായി കാത്തിരിക്കുന്നു. ഒരുപക്ഷെ ഇതുവരെ കണ്ട കാഴ്ചകളെല്ലാം കവച്ചു വെക്കുന്ന കൗതുകം ഇവിടെയുണ്ടെന്ന് പറയേണ്ടി വരും. ജീവനറ്റുപോയ നിശ്ചലമായ ചിറകുകൾ ചേർത്തൊരുക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത്. ശലഭ ചിറകുകളിൽ നിന്നും പുതുരൂപങ്ങൾ പിറക്കുന്നു. ഈ നാടിനെ മുന്നോട്ട് നയിച്ച ഭരണാധികാരികളുടെ ചിത്രങ്ങളും അത്തരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ചിത്രങ്ങളുടെ അടുത്തേക്ക് പോയി നോക്കിയാൽ ശലഭച്ചിറകുകൾ ചേരുമ്പോൾ പിറക്കുന്ന കലാരൂപത്തെ കാണാം. കലയുടെ പുതിയ പരീക്ഷണങ്ങളിലൂടെ പ്രകൃതി ശലഭങ്ങൾക്ക് നൽകിയ നിറക്കൂട്ടുകൾക്ക് അമരത്വം ലഭിക്കുന്നു. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ എന്ന പ്രയോഗം ഈ കലാരൂപങ്ങൾക്ക് അത്രമേൽ യോജിക്കുന്നതാണ്. ഇനിയൊരു ഇടവേളയാണ്. ഇനിയുമേറെയുണ്ട് ദുബായിൽ കാണാൻ. അടുത്തതായി വരുന്നത് മാൾ ഓഫ് എമിറേറ്റ്സ്. ദുബായ് വിശേഷങ്ങളിലൂടെയുള്ള യാത്ര നമുക്ക് തുടരാം. ചിത്രശലഭങ്ങളുടെ ലോകത്തു നിന്നും നമ്മൾ നേരെ എത്തുന്നത് ഒരു നഗരക്കാഴ്ചയിലേക്കാണ്. മാൾ ഓഫ് എമിറേറ്റ്സ്. മാളുകളുടെ നഗരമാണ് ദുബായ്. മാൾ ഓഫ് എമിറേറ്റ്സ് എന്തുകൊണ്ടും നഗരത്തിലെ പ്രധാന മാളുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഷെയ്ഖ് സായിദ് റോഡിന്റെ സൈഡിലായാണ് വലിയ മാൾ സ്ഥിതി ചെയ്യുന്നത്. നമുക്കകത്തേക്ക് കടക്കാം. കാഴ്ചകൾ കണ്ടുകൊണ്ട് മാളിന്റെ പ്രത്യേകതകൾ അറിയാം. കാണുന്നത് പോലെ ലോകത്തിലെ മികച്ച ബ്രാൻഡുകളെല്ലാം ഇടം പിടിച്ചിട്ടുള്ള ഒരിടം. ഇവിടെ ഇല്ലാത്തതായി ഒന്നുമില്ലെന്ന് പറയാം. 2005 അവസാനത്തോടെയാണ് മാൾ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ആകെ 4 നിലകൾ മാളിനുണ്ട്. ചെറുതും വലുതുമായ 1000ഓളം ഷോപ്പുകൾ, 630 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഇവിടെയുണ്ട്. വിലയുടെ കാര്യത്തിൽ മറ്റു മാളുകളെ അപേക്ഷിച്ച് ഇവിടെ സ്വല്പം കുറവാണെന്ന് പറയാം. 100ലേറെ റെസ്റ്റോറന്റുകളും മാളിൽ ഇടം നേടിയിരിക്കുന്നു. നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് മാളിന്റെ ഡിസൈൻ ഒരുക്കിയത്. ഈ കാണും വിധമുള്ള ഗ്ലാസ് മേൽക്കൂരയാണ് മാളിന്റെ പ്രധാന ആകർഷണം. ഒരു വലിയ കുടീരം കണക്കെ മേൽക്കൂര അകത്തേക്ക് പ്രകാശം നിറയ്ക്കുന്നു. ലക്ഷറി ഷോപ്പുകൾ, ഫ്ലാഗ്ഷിപ്പ് ഷോപ്പുകൾ, അങ്ങനെ മേഖലകളായി ഷോപ്പുകളെ തരംതിരിച്ചിട്ടുണ്ട്. വലിയ ബ്രാൻഡുകൾക്കൊപ്പം ചെറു ബ്രാൻഡുകളും ഇവിടെ ഇടം നേടിയിരിക്കുന്നു. ഒരു കാര്യത്തിൽ ഇവിടെയും വിട്ടുവീഴ്ചയില്ല. ബ്രാൻഡ് ഏതായാലും ഗുണമേന്മ ഉറപ്പാക്കിയിരിക്കണം.
കച്ചവടത്തിനൊപ്പം വിനോദത്തിനും ഇവിടെ പ്രാമുഖ്യമുണ്ട്. കുട്ടികൾക്കായുള്ള പ്ലേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. അത്യാധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വീഡിയോ ഗെയിമുകളും മറ്റും അത്രമേൽ ആകർഷണീയം. നിശ്ചിത തുകയടച്ച് ടിക്കറ്റ് എടുത്താൽ ഇഷ്ടമുള്ള ഗെയിം തിരഞ്ഞെടുത്ത് കളിക്കാം. ഒരു വലിയ സ്പേസ് തന്നെ പ്ലേ സ്റ്റേഷനായി മാറ്റിവെച്ചിരിക്കുകയാണ്. മോൾ ഓഫ് എമിറേറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്കീ ദുബായാണ്. മഞ്ഞിന്റെ ലോകത്തിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കടക്കാം. സ്കീ ദുബായ് മാൾ തുറക്കുന്ന 2005 മുതൽ തന്നെ തുടങ്ങിയിരുന്നു. അന്ന് മാളിലേക്ക് ആളുകളെ ആകർഷിച്ചതും സ്കീ ദുബായ് ആയിരുന്നു. ലോകത്ത് തന്നെ ഇത്രയും വിപുലമായ ഇൻഡോർ സ്നോ പാർക്ക് വിരളമാണ്. ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സ്കീയിങ് പഠിക്കാനുള്ള അവസരം വരെ ഇപ്പോഴും ഉണ്ട്. നമുക്കകത്തെ മഞ്ഞുറയും കാഴ്ചകളിലേക്ക് പോകാം. തൂവെള്ള നിറത്തിലുള്ള മഞ്ഞിൻ കട്ടകളാണ് സ്കീയിങ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരിക. അകത്തേക്ക് നോക്കുമ്പോൾ ഒറ്റനോട്ടത്തിൽ പറയാൻ തോന്നുന്നത് ഒരു യൂറോപ്യൻ ശൈത്യകാലത്തെക്കുറിച്ചാണ്. അത്രമേൽ സൂക്ഷ്മതയോടെയാണ് അകം സജ്ജീകരിച്ചിരിക്കുന്നത്. മഞ്ഞിന്റെ ലോകം നിങ്ങളെ തണുപ്പിന്റെ പുതപ്പണിയിക്കും. സ്കീയിങ് പരിശീലനത്തിനായി മറ്റും പ്രത്യേകം ഇടങ്ങളുണ്ട്. അങ്ങനെ ലോകോത്തര നിലവാരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്പോർട്ടിംഗ് അരീന എന്നൊക്കെ നമുക്ക് ദുബായ് സ്കീയെ വിളിക്കാം. മഞ്ഞു കാഴ്ചകൾ ആസ്വദിക്കാനായി റോപ്പ് കാർ അടക്കമുള്ള കാര്യങ്ങളും ഇവിടെയുണ്ട്. അങ്ങനെ ഈ തണുപ്പൻ കാഴ്ചകൾക്കൊപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാം. അവസാന നിമിഷങ്ങളിൽ ഒരു വേറിട്ട യാത്ര കൂടിയാകാം. നമ്മൾ ഇന്ന് യാത്ര തുടങ്ങിയത് ദുബായ് മെട്രോയിലാണ്. അപ്പോൾ ദുബായ് ട്രാമിൽ യാത്ര അവസാനിപ്പിക്കാം. ദുബായ് ട്രാം 2014 അവസാനത്തിലാണ് ആരംഭിച്ചത്. ആകെ 14.5 കിലോമീറ്ററാണ് ദൈർഘ്യം. 11 സ്റ്റേഷനുകൾ. 2 ട്രാക്കുകളിലായാണ് ട്രാമിന്റെ സർവീസ്. നഗരപ്രദേശങ്ങളെ കോർത്തിണക്കുകയാണ് ട്രാം. ദുബായ് മെട്രോ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന 2 സ്റ്റേഷനുകൾ ട്രാം സർവീസിനുമുണ്ട്. സ്റ്റേഷനുകളുടെ എണ്ണവും സർവീസ് ദൈർഘ്യവും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ആലോചനയിലാണ്. ദുബായ് RTയുടെ കീഴിൽ സെർക്കോ ആണ് ട്രാമിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഒരു യാത്രയ്ക്ക് 3 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. നിങ്ങൾ എത്ര ദൂരം യാത്ര ചെയ്യുന്നുവെന്നത് ഇവിടെ കണക്കാക്കുന്നില്ല. അങ്ങനെ ചിലവ് കുറഞ്ഞ ട്രാം യാത്രകളുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ് ദുബായ് ട്രാം സർവീസ്. മഹാനഗരത്തിലെ കുഞ്ഞു ട്രാം സർവീസിന്റെ കഥ കൂടി അടയാളപ്പെടുത്തി മാതൃഭൂമി യാത്ര ഇന്നത്തെ സഞ്ചാരം അവസാനിപ്പിക്കുകയാണ്. ദുബായ് എന്ന മഹാനഗരം കാഴ്ചയാകുന്ന യാത്രാവഴികൾ ഇനിയും തുടരും.